ഹലോ, വെൽക്കം ബാക്ക് ടു പാച്ചൂസ് വേൾഡ്. അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ചെറിയതായിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൂടി കണ്ടപ്പോൾ മനസ്സിലായോ നമ്മളെവിടേക്കാണ് പോകണമെന്ന്? അതേ, അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തേക്ക് പോവാം. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കുടുംബക്ഷേത്രവും ധർമ്മദൈവമൊക്കെ ഒന്നാണെന്നാണ് വിചാരിച്ചിട്ടുണ്ട്. ഒരേ സ്ഥലത്തുള്ള അമ്പലമാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വളരെ വൈകിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് അച്ഛൻ്റെ കുടുംബദൈവം ഇതല്ല, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അമ്പലമല്ലായിരുന്നു എന്ന്. അപ്പം ഞങ്ങളൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിച്ചു. അച്ഛൻ ഒരു പ്രാവശ്യം പോയി വഴിപാടൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോവാമെന്ന് വിചാരിച്ച് സെറ്റായി അങ്ങനെ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഉണ്ണിയേട്ടനും അച്ഛനും ഉള്ള മെയിൻ പരിപാടിയാണ് ലോട്ടറി എടുക്കൽ. ഇപ്പോൾ 2 നമ്പറിനാണ് 25,000 പോയത് എന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഓട്ടോയിൽ. അമ്മയും അച്ഛനും ചാച്ചും കൂടിയിട്ട് സ്കൂട്ടിയിലാണ് വരുന്നത്. ഞങ്ങളൊക്കെ ഓട്ടോയിൽ കയറി. രാവിലെ നേരത്തെ നീറ്റ കാരണം ഉറക്കം വരുന്നുണ്ട് നമ്മുടെ കല്ലുകുട്ടി 4 മണിക്ക് എഴുന്നേക്കൂട്ടാ. അവളാണ് വീട്ടിലെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ അമ്മേനെ സഹായിക്കുന്നത്. കാരണം അവൾ 4 മണിക്ക് എഴുന്നേറ്റിരിക്കും. അപ്പോൾ വണ്ടി കയറിയത് അവൾക്ക് ഉറക്കം വന്നു തുടങ്ങിയിട്ടാണ്. പിന്നെ കാറ്റടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ടവലൊക്കെ എടുത്തിട്ട് പൊതിഞ്ഞ് ഇരുത്തി അങ്ങനെ. അപ്പം എൻ്റെ കുഞ്ഞുവാവയാണെങ്കിൽ വണ്ടി ഫ്രണ്ടിലേക്ക് നോക്കിയിട്ട് അതും പിടിച്ചിങ്ങനെ നിൽക്കുക. മടിയിൽ ഇപ്പോൾ ഇരുത്തിയിരിക്കുകയല്ലേ, അതാണ് അവൻ്റെ സ്ഥലം. അവിടെ നിന്ന് ആർക്കും ആ സ്ഥലം വിട്ടു കൊടുക്കില്ല, ആരേനെ അവിടെ നിൽക്കാനും സമ്മതിക്കില്ല. ചാച്ചുനിയും പാച്ചുനിയും ഒക്കെ തട്ടി മാറ്റൂട്ടാ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും അങ്ങോട്ട് എത്തി. നടുവട്ടമൊക്കെ കഴിഞ്ഞ് എടപ്പാള് ശുഗപുരം അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. അവിടെയുള്ള അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ അമ്പലത്തിലെത്തി. അവിടെ എന്തോ അയ്യപ്പൻ വിളക്കൊക്കെ നടക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ചെയ്തും കൊണ്ടിരിക്കണം. അതാണ് പന്തലും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ആ സമയത്ത് കുറച്ചിങ്ങോട്ട് ആ ഫ്രണ്ടിലത്തെ ഗേറ്റിന് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് ഉള്ളിലേക്ക് വന്നിട്ടാണ് കേട്ടോ നമ്മളുടെ അമ്പലത്തിൻ്റെ സൈഡിന് കുറച്ച് എന്താ പറയുക, ഒരു ബിൽഡിങ്ങൊക്കെ പണിയുണ്ട്. അത് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള, അന്നദാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളും അങ്ങനത്തെ കൗണ്ടറും അങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുറച്ചിങ്ങോട്ട് വന്നു. കുറച്ച് ദൂരം തന്നെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് അമ്പലം കറക്റ്റായിട്ട് കണ്ടത് കേട്ടോ. പിന്നെ ഞങ്ങളവിടെയൊക്കെ ഇറങ്ങി അവിടെ നിന്ന് വഴിപാട് ചീട്ടാക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെസീപ്റ്റാക്കി. അതവിടെ ഒരു ആനേനെയൊക്കെ കാണാം. അപ്പോൾ മക്കളൊക്കെ ഓടിപ്പോയി അതൊക്കെ കണ്ടു. ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുത് പുറത്താണ് കേട്ടോ. ഉള്ളിലെ വീഡിയോസൊന്നും അലൗഡ് അല്ല. അപ്പോൾ അവിടെ പൂമൂടലും മുട്ടറക്കലൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലും പൂമൂടലൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് പൂമൂടൽ എന്നൊക്കെ പറഞ്ഞപ്പോഴേ കാടാമ്പുഴ ഭഗവതീനെ അപ്പോഴാണ് ഓർമ്മ വന്നത്. അങ്ങനെ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്തു, അവിടെയൊക്കെ തൊഴുതു. നല്ല രസം, നല്ലൊരു ഇത്. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന കാരണേ നല്ലൊരു രസം, നല്ലൊരു സുഖം. ഈ പിന്നിലൊക്കെ നിറയെ പാടാണ് കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഭണ്ഡാരം വാങ്ങിച്ചു. കുഞ്ഞ് ഭണ്ഡാരം ഉണ്ടല്ലോ, നമ്മൾക്ക് പൈസ ഇട്ടിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ ആ പൈസ അവിടെ കൊടുക്കുക, അതങ്ങനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അത് അച്ഛൻ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു. വണ്ടിയിൽ കയറിയിട്ടാണ്. അമ്മയും അച്ഛനും ചാച്ചും കൂടിയിട്ട് സ്കൂട്ടിയിലാണ് വരുന്നത്. ഞങ്ങളെല്ലാവരും ഓട്ടോയിലൊക്കെ കയറി സെറ്റപ്പായി. ഉണ്ണിയേട്ടൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാലട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു അമ്പല ദർശനം കൂടി ഈ ഒരു സമയത്ത് പറ്റാവുന്നിടത്തോളം അമ്പലങ്ങളിലൊക്കെ പോവുക എന്നുള്ളൊരിതും കൂടി ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി തൊഴുവലും ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോന്നു, ഇറങ്ങിയിട്ട് അമ്പലത്തിൽ നിന്ന്. ഇനി ഇതുപോലൊരു ദിവസം ഏട്ടനില്ല അപ്പോൾ ഇതിൽ, എൻ്റെ ഭർത്താവില്ല. അപ്പം ഇനി ഏട്ടനെയും കൂടിയും കൂട്ടിയിട്ട് ഒരു ദിവസം കൂടിയും വരണം. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വട കഴിക്കാൻ ഭയങ്കര ഒരാഗ്രഹം. അപ്പോൾ ഉഴുന്നുവട വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ ഒരു കടയിൽ കയറിയത് കേട്ടോ. എൻ്റെ മകനാണെങ്കിൽ ഉണ്ണിയേട്ടൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ള അങ്കാണ് കേട്ടോ ഈ കാണുന്നത്. വലിയച്ച പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ കാലൊക്കെ വെച്ച് തടുത്ത് പിടിച്ചൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ മൂപ്പര് ഇറങ്ങിപ്പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വട കിട്ടി. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പാറുവിന് പിന്നെ ഉഴുന്നുവട ഇഷ്ടമല്ലാത്ത കാരണം പഴംപൊരി വാങ്ങിച്ച്. അപ്പം എന്തുണ്ടായി വെച്ചാൽ എല്ലാവർക്കും പഴംപൊരിയും വേണം. അപ്പോൾ പക്ഷെ പാറുവാണെങ്കിൽ ആർക്കും കൊടുക്കൂല.
പാറും പാച്ചും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിച്ചു. പാറുവിന് ഉഴുന്നുവട കണ്ടപ്പോൾ ഉഴുന്നും വടയും വേണം, പഴംപൊരിയും വേണം. അങ്ങനത്തെ ഒരു അടിയായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും വീതിച്ച് കൊടുത്ത് ഞങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങളതിനെ ഇവിടെ ഇറക്കി. ചേച്ചിയുടെ വീട്ടിലേക്ക് പോയില്ല, പിന്നെ നേരെ ഞങ്ങളതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കട്ടെ ചെയ്ത്. അച്ഛനും അമ്മയും വണ്ടിയിൽ ഓൾറെഡി ഫ്രണ്ടിൽ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളതിനെ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് തട്ടി ഉണ്ണിയട്ടെ. എന്നിട്ട് അവരൊക്കെ കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് അവരങ്ങനെ പോയി. ഞങ്ങളിങ്ങനെ വീട്ടിലേക്കും കയറി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.